ഉദുമ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മാങ്ങാട് നടന്ന ഫെസ്റ്റ് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ചക്ക കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഒരുക്കിയും അവ വിപണനം നടത്തിയുമാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചക്കയുടെ പകുതിയോളം പാഴായി പോവുകയാണ്. ചക്കയുടെ പോഷക ഗുണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനു കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചക്ക ഫെസ്റ്റുകൾ നടത്തിവരുന്നത്. മാങ്ങാട് നടന്ന ചക്ക ഫെസ്റ്റ് ചക്ക കൊണ്ടുള്ള കേക്ക് മുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തനിയെ മുളക്കുന്നു, അതിന് വളവിടണ്ട, അതിന് വെള്ളം ഒഴിക്കണ്ട, അല്ലേ? അതൊക്കെ ചെയ്താലേ നമുക്ക് അതിനൊരു വിലയുള്ളൂ. ഇത് തനിയെ വളവിടാതെ വെള്ളം ഒഴിക്കാണ്ട് പ്ലാവ് വളരുന്നു, അതിന് ഇഷ്ടംപോലെ ചക്ക പിടിക്കുന്നു. അപ്പോൾ ചക്ക പിടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ പിടിക്കുമ്പോൾ ഒന്നാകെ പിടിക്കും, ഒന്നാകെ പഴുക്കും, അപ്പോഴേക്ക് മഴ വരും, അപ്പോൾ പകുതിയും നഷ്ടപ്പെട്ടു പോകും. പിന്നെ ചക്ക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രാധാന്യമുള്ളൊരു സംഭവമാണ് എന്ന് അക്കാലത്തൊന്നും തോന്നിയില്ല. ഒരു കുറച്ചൊരു പ്രാമാണിത്വമുള്ളവർക്കൊക്കെ ഈ ചക്ക തിന്നൊക്കെ ഒരു മോശമായ കാര്യമായിട്ടാണ് അത് തോന്നിയത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചക്ക ഏറ്റവും അധികം പോഷക ഗുണവും ഔഷധ ഗുണവുമുള്ള ഒരു സംഭവമായിട്ട് ചക്ക മാറിയിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ ചക്ക വിൽക്കുന്നത് കണ്ടത് മൈസൂർ പോയപ്പാടാണ്. മൈസൂർ പോയപ്പാട് റോഡ് സൈഡിൽ ചക്ക ഇങ്ങനെ ബാറാക്കി വെച്ചിട്ട് വിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചക്ക തന്നെ ഇങ്ങനെ ഒരു ഫുൾ ചക്ക തന്നെ വീണാലും എടുക്കാത്ത നാട്ടിൽ നിന്ന് ആദ്യമായി പോകുമ്പോഴാണ് ഈ ചക്ക ഇങ്ങനെ ചെറിയ കഷ്ടമാക്കി വിറ്റ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ മൈസൂർ വെച്ച് കണ്ടത്. ചടങ്ങിൽ വാർഡ് മെമ്പർ ജാനകി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൂര്യ B, പഞ്ചായത്ത് അംഗങ്ങളായ വിജയലക്ഷ്മി, മൈമൂന, രാജകല, ജയസന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സനൂജ സൂര്യപ്രകാശ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ആയിഷ B നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.